ഹലോ ആൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്പീക്ക്. സോ ഇന്ന് പറയാൻ പോകുന്ന കണ്ടന്റ് ഒരുപാട് പേർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു 10 നല്ല ടിപ്സാണ് പറയാൻ പോകുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലെങ്തി വീഡിയോ ആണ്. സോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മണി ഡിസിപ്ലിൻ ആണ്. സാമ്പത്തികപരമായിട്ടുള്ള അച്ചടക്കം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് റൂൾ. ഓക്കെ, നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ഒരുപാട് സ്വപ്നങ്ങളുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ ഈ സ്വപ്നം നമ്മൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് പണം എന്ന് പറയുന്നത്. പണത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത്. സോ നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെ ചെലവാക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വരവ് ചെലവ് കാര്യങ്ങളെ പറ്റി നമുക്ക് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരിക്കണം. പലപ്പോഴും നമുക്ക് സാമ്പത്തികപരമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് വരവിനേക്കാളും കൂടുതൽ നമ്മൾ ചെലവുണ്ടാക്കുന്നതിന് തുറന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. നമുക്ക് കടം വാങ്ങേണ്ടി വരിക എന്നുള്ള അവസ്ഥ. ഇപ്പം നമ്മൾ മാസം അവസാന സാലറി വാങ്ങുന്നു, അത് സ്പെൻഡ് ചെയ്യുന്നു, പിന്നെ അങ്ങോട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ കമ്പനിയിൽ നിന്ന് പിന്നെയും കടം വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തികപരമായുള്ള അച്ചടക്കം ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു ബഡ്ജറ്റ് എപ്പോഴും ഉണ്ടാവണം. അതായത് മാസം എനിക്ക് എത്ര രൂപ ശമ്പളം കിട്ടും, ഞാനിത് ഇവിടെയൊക്കെ എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യും, എത്ര സേവ് ചെയ്യും എന്നതിനെ പറ്റി കൃത്യമായ ബഡ്ജറ്റ് ഉണ്ടാവുക. ഇപ്പം നമ്മുടെ ഒരു സാമ്പത്തിക ഘടന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സേവ് ചെയ്യാനൊന്നും ഉണ്ടാവത്തില്ല. അത്രയും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കൂടുതൽ കാര്യങ്ങൾ EMI കാര്യങ്ങളിലൊക്കെ ആയിരിക്കും പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എത്ര ചെറിയ എമൗണ്ടോ ആയിക്കോട്ടെ അത് സേവ് ചെയ്യാനായിട്ട് നോക്കുക. ഇന്ന എമൗണ്ട് ഇത്ര രൂപ സേവ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. മാസം തുടങ്ങുമ്പോൾ സാലറി കിട്ടുന്നതിൽ നിന്നും ഏറ്റവും ചെറിയ എമൗണ്ട്, എത്രയോ ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ അത് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു ശീലമാണ്. സേവിങ് ഇറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് മണി ഡിസിപ്ലിൻ ആണ്. എല്ലാ ദിവസവും ഇന്ന് തൊട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. ഡേ എൻഡിൽ ഇന്ന് നിങ്ങൾ എവിടെയൊക്കെ എത്ര രൂപ ചിലവാക്കി എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് എഴുതി വെക്കുക. അതൊരു നല്ല ശീലമാണ്. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു സെൽഫ് റെസ്പെക്റ്റ് തോന്നാനും ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാനൊക്കെ അത് നന്നായിട്ട് ഉപയോഗപ്പെടും. ഓക്കെ, ഇന്നോട്ട് ചെയ്തു നോക്ക്. ഈ പിശുക്ക് കാണിക്കണമെന്ന് പറയുന്നില്ല. നമ്മുടെ നീഡിന് വേണ്ട മണി നമ്മൾ സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ മണി സ്പെൻഡ് ചെയ്യുക. അതിനൊന്നും ഒരു മടിയും കാണിക്കരുത്. പക്ഷേ ദൂർത്തടിക്കാതിരിക്കുക. അതായത് ഓവറായിട്ട് നമ്മൾ ചിലവാക്കാതിരിക്കുക. എന്തിനു വേണ്ടി ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഓർമ്മ ഉണ്ടാവണം. കൃത്യമായ ബോധത്തോടുകൂടി ചിലവാക്കാനായിട്ട് ശ്രമിക്കുക. മണി സേവ് ചെയ്യാനായിട്ടും അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും ഒക്കെ ഉള്ള ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാനത് മണി ഡിസിപ്ലിൻ എന്ന ടോപ്പിക്കിൽ അതൊന്നും ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാര്യം വീഡിയോ കുറച്ച് ലെങ്തി ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് സംസാരിക്കാനായിട്ട് വേറൊരു വീഡിയോ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈമിംഗ് ആണ്. ഒരു ടൈമിംഗ് കീപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തലേ ദിവസം ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യുക. ഞാൻ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, ഏതൊക്കെ സമയത്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടാക്കുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കൃത്യനിഷ്ഠത ഉണ്ടാവും, ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും, എല്ലാത്തിനും സമയം കിട്ടും. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, അയ്യോ എനിക്ക് അത് ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഈ ദിവസത്തെ പ്ലാനിങ്ങിൽ ഇല്ലാത്ത കാര്യമാണ് ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ. പക്ഷെ ഒരു ദിവസം നമ്മളൊരു ടാസ്ക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുക. ഞാൻ ഇന്നത് ചെയ്യും, ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ അത് ചെയ്യും എന്ന് കൃത്യമായി പ്ലാനിങ് ഉണ്ടാക്കി കൃത്യമായി ടൈമിങ്ങിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതൊരു നല്ല ശീലമാണ്, വളരെ നല്ല ശീലമാണ്. ഈ സമയം കിട്ടിയില്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് നമുക്ക് ഇവിടെ പറയാനായിട്ട് പറ്റൂല. എല്ലാത്തിനും കൃത്യമായി ടൈമിങ് വയ്ക്കുക. അതാണ് രണ്ടാമത്തെ. പിന്നെ എല്ലാ കാര്യങ്ങളും ഈ പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നൊന്നുമില്ല. ചില കാര്യങ്ങൾ നടക്കാതെയും വരാം. അപ്പോൾ അത് എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ, എനിക്ക് ഇന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കാണ്ട് അടുത്ത കാര്യത്തിലേക്ക് പോവാം. അല്ലെങ്കിൽ ആ ദിവസം തന്നെ വേറൊരു സമയം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി ആലോചിക്കുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായുള്ള ടൈമിങ് എല്ലാ കാര്യത്തിനും ഉണ്ടാവണം. അപ്പോൾ നെക്സ്റ്റ് മൂന്നാമത്തെ കാര്യം നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. ഹെൽത്തി ആയുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. ഇപ്പോൾ പല ആൾക്കാരെ നോക്കിയാലും അറിയാൻ പറ്റും, അവർ നല്ലതാവാനും നശിക്കാനും കാരണമാവുന്നത് ഈ ബന്ധങ്ങളാണ്. അതിന് ഈ സുഹൃത്തുക്കളായാലും നമ്മുടെ ബന്ധുക്കളായാലും എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ അതിൽ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് പരസ്പരം ഹെൽപ്പ് ചെയ്യുക, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടാവണം.
ഒരാൾക്കൊരു സഹായം ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അയാളെ സഹായിക്കുക. അതുപോലെ അയാളുടെ ഭാഗത്ത് നമുക്ക് തിരിച്ചും ഉണ്ടാവും. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ആരുടെയെങ്കിലും സഹായം ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇപ്പം ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, എനിക്ക് ആരുടെയും ആവശ്യമില്ല, എനിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല, ചില കാര്യങ്ങൾക്ക് ചിലരുടെ സഹായം ആവശ്യമായിട്ട് വരും. അപ്പം നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് സഹായം ആവശ്യപ്പെടാണ്ട് തന്നെ ആൾക്കാർ നമ്മളെ സഹായിക്കാനായിട്ട് വരും. സോ നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നോ പറയാനായിട്ട് ശ്രമിക്കുക. അത് ആദ്യത്തെ കാര്യം. ഈ ബന്ധങ്ങളിൽ തന്നെ വരുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ ചില ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പറ്റൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമുക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നോ പറയാനായിട്ട് മടിക്കരുത്. നോ പറയാനായിട്ട് പഠിക്കുക. അവരുമായിട്ട് നമുക്ക് ഒത്തുപോകാൻ പറ്റൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് വിടുക. കാര്യം എപ്പോഴും നമ്മുടെ മാനസികാരോഗ്യമാണ് വലുത്. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും. സോ ഹെൽത്തി ആയുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നോ പറയാനായിട്ട് പഠിക്കുക. ഓക്കെ, അതാണ് മൂന്നാമത്തെ കാര്യം. ഈ ബന്ധങ്ങളുടെ കാര്യം വരുമ്പോൾ അതിൽ ഉള്ളൊരു മെയിൻ കാര്യമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കുമോ അതുപോലെ ഇരിക്കും നമ്മുടെ ക്യാരക്ടർ. അതായത് നമ്മുടെ പരിസ്ഥിതിയെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ ക്യാരക്ടറും നമ്മൾ എങ്ങനെ ആവണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ലൈക്ക് നമ്മുടെ ചുറ്റും പോസിറ്റീവായുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും. നമ്മുടെ ചുറ്റും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളും നെഗറ്റീവായിട്ടുള്ള ഒരാളായിരിക്കും. സോ നമ്മുടെ ചുറ്റുപാടും നന്നാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഭയങ്കര നെഗറ്റീവ് മൈൻഡ് സെറ്റുമായിട്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടാവും, ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഏതെങ്കിലുമൊക്കെ ഫീൽഡിൽ നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരുമായിട്ടൊക്കെ റിലേഷൻഷിപ്പ് വെച്ചിട്ട് അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവായിട്ടുള്ള ആളാവും. ഓക്കെ, അതാണ് മൂന്നാമത്തെ. ഓക്കെ, അപ്പം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിന്തിക്കുക. ചിന്തിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ കാര്യം, നിങ്ങൾ ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും ആ തീരുമാനത്തെ പറ്റി നന്നായിട്ട് ആലോചിക്കുക. ആ തീരുമാനം എടുക്കണോ, അല്ലെങ്കിൽ അത് നല്ലതാവുമോ, അതിൻ്റെ ഫ്യൂച്ചർ എന്താവും, അല്ലെങ്കിൽ നാളെ അതിൽ എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മുൻകൂട്ടി ആലോചിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എപ്പോഴും അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ആ കാര്യത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ കാര്യത്തിൽ എന്താ പറയുക, പരിചയമുള്ള ആൾക്കാരോട് ചോദിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം അതിന് ഉദാഹരണം പറയാൻ, നിങ്ങളൊരു പുതിയ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളുമായിട്ട് ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക. നല്ല അഭിപ്രായങ്ങളും മോശം അഭിപ്രായങ്ങളും പറയാനായിട്ട് ഉണ്ടാവും, അയാൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കുക. സോ അഭിപ്രായം ചോദിക്കാനായിട്ട് മടി കാണിക്കരുത്. പിന്നെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് അതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കാനായിട്ട് ശ്രമിക്കുക. ഏതൊരു തീരുമാനം എടുക്കും മുമ്പും നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കുക. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്, വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാത്തതുകൊണ്ടാണ്. പല തീരുമാനങ്ങളും പല ഡിസിഷൻസും റോങ് ആയി പോയത് കാരണം വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പരിഹരിക്കുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് ആ പ്രശ്നം ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ, അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഓപ്ഷൻ. അല്ലാതെ ഒളിച്ചോടുക എന്നുള്ളതല്ല. എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ ഫേസ് ചെയ്യാനായിട്ട് പഠിക്കുക. സോ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പഠിക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക, ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, ഈ ഡിസിഷൻ മേക്കിങ്ങിൽ തന്നെ വരുന്നൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് പല തീരുമാനങ്ങളും നമുക്ക് അതിൻ്റെ റിസ്ക് ഫാക്ടർ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. അല്ലേ, ഇത്രയും റിസ്ക് നമ്മൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ആ ഡിസിഷൻ എടുത്തേ പറ്റൂ എന്നുള്ള കാര്യമാണെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറാവുക. ചില കാര്യങ്ങൾ റിസ്ക് ഉണ്ടെങ്കിൽ നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, റിസ്ക് ഹേ തോ ഇഷ്ക് ഹേ എന്ന് പറയും പോലെ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവുക. പിന്നെ വരുന്ന റിസ്ക് എന്താണോ അതിനെ നേരിടാനായിട്ട് തയ്യാറായിട്ട് വേണം ആ ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ളത്. ആ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം മുൻകൂട്ടി കണ്ടതിന് ശേഷം മാത്രം ആ തീരുമാനം എടുക്കുക. ഓക്കെ, പറയാൻ പോകുന്ന അഞ്ചാമത്തെ കാര്യം ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഒരുപാട് അടുത്ത് കേട്ടിട്ടുള്ള കാര്യമായിരിക്കും, എക്സസൈസ്, വ്യായാമം ചെയ്യുക എന്നുള്ളത്. ലൈക്ക് നമ്മൾ ഒരു മനുഷ്യ ശരീരം ഇത്ര സമയം സ്ക്രീനിന്റെ ഫ്രണ്ടിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ല. നമുക്ക് ജോയിൻസ് ഉണ്ട്, അത് അനക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമാണ്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യുക. പല ടൈപ്പ് ഓഫ് എക്സസൈസ് ഉണ്ട്. നമ്മുടെ ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്, ലൈക്ക് മെഡിറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഫിസിക്കലായിട്ടുള്ള ജോഗിങ്, വാക്കിംഗ്, അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിട്ടുള്ള എക്സസൈസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ എക്സസൈസ് എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ ശരീരത്തിനെ പോലെ തന്നെ നിങ്ങളുടെ മനസ്സിനും വളരെ നല്ലൊരു സംഗതിയാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. മൈൻഡ് ഫ്രഷ് ആയിട്ടിരിക്കാനും ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാനും ഒക്കെ എക്സസൈസ് വളരെ നല്ലതായിരിക്കും.
പിന്നെ ഒരു 6 മന്ത് ഒക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി പോസ്റ്റർ നന്നാവും, നിങ്ങൾ കുറച്ചും കൂടി സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും, നിങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട പോലെ നമുക്കൊരു ഫീൽ ഉണ്ടാവും. ഓക്കെ. പിന്നെ ജിമ്മിൽ പോകുന്നതായിരിക്കും നല്ലത്. എന്നെ പോലെ മടി പിടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജിമ്മിൽ പോകുന്നതായിരിക്കും നല്ലത്. അവിടെ ഒരു ട്രെയിനർ ഉണ്ടാവും, നിങ്ങൾ മാസം ഫീസ് കൊടുക്കുന്നുണ്ടാവും. പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് തന്നെ നിങ്ങളെ എക്സസൈസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതായിരിക്കും. അവിടെ വരുന്ന ആൾക്കാരൊക്കെ അതിനുവേണ്ടി വരുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിലോട്ടങ്ങ് അഡാപ്റ്റ് ആവും. അല്ല, നിങ്ങൾ കോൺഫിഡന്റ് ആണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് മൈൻഡ് സെറ്റ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജോഗിങ്ങിനോ വാക്കിങ്ങിനോ ഒക്കെ പോകാം, വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യാം. അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും, നല്ലതായിരിക്കും. ഓക്കെ. പക്ഷെ എന്നെ പോലത്തെ മടി പിടിച്ച ആൾക്കാരാണെങ്കിൽ ഒരു ജിമ്മിൽ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എക്സസൈസ് ചെയ്യാന്നുള്ളതാണ് 5ാമത്തെ കാര്യം. അടുത്ത കാര്യം എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ തന്നെ ഇഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ പല ആൾക്കാരും, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്നെപ്പറ്റി വേറൊരാൾ എന്ത് വിചാരിക്കുമെന്ന് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷനായിട്ട് പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ലൈക്ക് നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളെ അക്സെപ്റ്റ് ചെയ്യാണ്ട് ഞാൻ വേറൊരാളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ വേറൊരാളെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വേറൊരാളെ പോലെ ആവാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ വേറൊരാൾ എന്നെക്കാളും ബെറ്റർ ആണെന്നുള്ളൊരു രീതിയിൽ വരാതെ നമ്മൾ എന്താണോ അതിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. എന്നെ ഞാനായിട്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യും, അതുപോലെ നിങ്ങൾ നിങ്ങളെ ആയിട്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ. ആരും പറയുന്നതിനെ പറ്റി കേൾക്കാനൊന്നും പോണ്ട. പിന്നെ അഭിപ്രായങ്ങൾ ആൾക്കാർ പറയും, അതിൽ നല്ല അഭിപ്രായങ്ങൾ എടുക്കുക, വേണ്ടാത്ത അഭിപ്രായങ്ങൾ വിട്ടോ. ഓക്കെ. ഇപ്പൊ ഞാൻ തന്നെ നമ്മളിപ്പം ഫോട്ടോ ഒന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയാസിൽ. ലൈക്ക് നമ്മൾ തന്നെ ആലോചിക്കും, എനിക്ക് ഇന്ന കുറവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യത്തിൽ കുറവുണ്ട് എന്നൊക്കെ ആലോചിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാതിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചോ. നമ്മുടെ മൂഡിനെയൊക്കെ അത് ഒരുപാട് എഫക്റ്റ് ചെയ്യും. നിങ്ങൾ എങ്ങനെയുള്ള ആളാണോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ. അതാണ് റൂൾ നമ്പർ 6. സ്വയം സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നതിൽ തന്നെ വേറൊരു കാര്യമുണ്ട്. ഒരു നല്ല ആളായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ലൈക്ക് വേറെ ആരെയും കാണിച്ചിട്ട് ഇയാളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ടുള്ള രീതിയിൽ ആവാന്നുള്ളതല്ല, നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള രീതി തന്നെയാണ് നല്ല ആളായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പം അറിയാമായിരിക്കും, നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചവറുണ്ട്, ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട്. ഇതൊന്നും നമുക്ക് ഒരിക്കലും വൃത്തിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. വൃത്തിയാക്കിയാൽ തന്നെ പിന്നെയും ആരെങ്കിലും കൊണ്ടുവന്ന് അവിടെ വേസ്റ്റ് ഇടുക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ അങ്ങനെ വേസ്റ്റ് ഇടാതിരിക്കുക. അവിടെ ഡസ്റ്റ്ബിൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ അതിനുള്ള എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സ് ഉണ്ടാവും, അവിടെ കൊണ്ടുപോയി ഇടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന എല്ലാ സ്ഥലവും നമ്മൾ ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി 7ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലൈക്ക് നമുക്ക് ഒരു പാഷൻ ഉണ്ടായിരുന്നായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞിലെ തൊട്ടേ ഒരു ഡ്രീം ഉണ്ടായിരുന്നായിരിക്കും. പക്ഷെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലി അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കില്ല. നമ്മൾ ഈ പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു രീതിക്ക് വേണ്ടി, അല്ലെങ്കിൽ അതിനു വേണ്ടി, ആ ഒരു നീഡിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത ഫീൽഡിൽ ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ജോലികൾ ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പാഷൻ കൊണ്ടുപോകാനായിട്ട് ദിവസത്തിൽ ഒരു ചെറിയ സമയം, 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ പാഷൻ എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനും ശ്രമിക്കണം. അപ്പം എന്നും ചെയ്യണമെന്നൊന്നും ഞാൻ പറയൂല, ആഴ്ചയിൽ ഒരിക്കയോ അല്ലെങ്കിൽ എന്നും പറ്റുമെങ്കിൽ എന്നും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് നാൾ കഴിയുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ നമ്മൾ ആലോചിക്കും, പണ്ട് ഞാൻ ആ കാര്യൻ്റെ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തു വന്നിരുന്നെങ്കിൽ ഞാൻ അതിൽ സക്സസ് ആയേനെ എന്നുള്ള കാര്യം ആലോചിച്ച് നമ്മൾ വിഷമിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഒരു ദിവസം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി വൺസ് എങ്കിലും പേഷൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ കൂട്ടുന്ന കാര്യമാണ്. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാനുള്ള കാര്യമാണ്. സോ ഡെയിലി ചെറിയ സമയം പേഷൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ 7ാമത്തെ കാര്യം. ഇനി 8ാമത്തെ കാര്യം വന്നിട്ട്, അത് പാഷനായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ലൈക്ക് നമ്മൾ റീൽസ് കാണുന്ന ആൾക്കാരായിരിക്കും, നമ്മൾ ഒരുപാട് സമയം സ്ക്രീനിന്റെ ഫ്രണ്ടിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ പാഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. എല്ലായിടത്തും ഈ പാഷനായിട്ട് ബന്ധപ്പെട്ട കൂട്ടുകാരെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അവരുമായിട്ട് ഈ റീൽസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
അവരുടെ കാര്യങ്ങൾ കൂടി കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ പാഷനുമായിട്ട് നമ്മൾ കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കും, കണക്റ്റഡ് ആയിട്ടിരിക്കും. നമ്മൾ കാണുന്നിടത്തൊക്കെ നമ്മുടെ ഡ്രീംസ് അല്ലെങ്കിൽ നമ്മുടെ പാഷൻ മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾ ഒരുപാട് സ്വാധീനിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ കാണുന്നത്. അവസാനത്തെ കാര്യം, ഈ 9ാമത്തെ കാര്യം, ഒരു റൂളെന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് അഭിപ്രായങ്ങൾ കേൾക്കുക. നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെയും അഭിപ്രായങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങൾ പറയാനുണ്ടാവും. അതിൽ നല്ല അഭിപ്രായം കാണും, മോശം അഭിപ്രായം കാണും. നല്ലതാണെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യുക, മോശം കാര്യമാണെങ്കിൽ അത് കേൾക്കേണ്ട കാര്യമില്ല. മീൻസ് കേട്ടിട്ട് അത് ഉൾക്കൊള്ളേണ്ട കാര്യമില്ല, അത് കളയുക. പക്ഷേ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ അറിയാൻ പറ്റും, നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യം ഒരാളോട് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് അത്രത്തോളം കുറയും. ഓക്കെ, അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. സോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ പ്രശ്നവും കേൾക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളാണ് ബെറ്റർ, ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ശരി, അല്ലെങ്കിൽ എൻ്റെ ഡിസിഷനാണ് ശരി എന്നുള്ള ഈഗോ മാറ്റി വെച്ചിട്ട് അവർക്ക് എന്താണോ പറയാനുള്ളത് ആ കാര്യങ്ങൾ കൂടി കേൾക്കുക. കേൾക്കുന്നതുകൊണ്ട് നഷ്ടപ്പെടാനൊന്നുമില്ല. അതാണ് 9ാമത്തെ റൂൾ എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. ഒരുപക്ഷെ നമ്മളെ തന്നെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ വേറെ ആൾക്കാർ നമ്മളെ കമ്പയർ ചെയ്യും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നിടത്താണെങ്കിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലാണെങ്കിൽ നമ്മളെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടാവും. അപ്പോൾ മാനേജേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ബാക്കിയുള്ളവരെ ഇവരുമായിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മൾ തന്നെ ഇവരെക്കാളും ബെറ്റർ ആവാനായിട്ടായിരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ശരിക്കും കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മളുമായിട്ട് തന്നെ ആയിരിക്കണം. അത് സിമ്പിളാണ്, ഇങ്ങനെ വെക്കുക. അതായത് ഇന്നലത്തെ എന്നെയായിട്ട് കമ്പയർ ചെയ്യും. അതായത് ഞാൻ ഇന്നലെ ചെയ്ത കാര്യം ഇന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാം. ഒരുപാട് ബെറ്റർ ആവണമെന്ന് ഞാൻ പറയത്തില്ല, 1% ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നലെ ചെയ്ത കാര്യം ഇന്ന് ബെറ്റർ ആയിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തു പോകുമ്പോൾ നമ്മൾ ഗ്രാജുവലി ചെയ്യുന്ന കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് പോകും. റിമെമ്പർ, എല്ലാ കാര്യവും നമുക്ക് ഒറ്റയടിക്ക് പഠിക്കാനായിട്ട് പറ്റൂല. കുറേ അബദ്ധങ്ങൾ കാണിച്ച് നമ്മൾ പഠിക്കത്തുള്ളൂ. സോ എന്തൊരു അബദ്ധം കാണിക്കുമ്പോഴും അതെൻ്റെ കുറവാണ് അല്ലെങ്കിൽ എനിക്കതിൽ കഴിവില്ലാത്തതുകൊണ്ടാണെന്ന് ചിന്തിക്കാണ്ട് നമ്മൾ പിന്നെ ആ കാര്യം ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ റൂൾസ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അഡീഷണൽ ആയിട്ട് ഒരു 2 കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ നിർത്താം. ഓക്കെ, അപ്പോൾ അതിൽ പറയാനുള്ള മെയിൻ കാര്യം, ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, ഈ മണി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സമയം നന്നായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നല്ല കാര്യങ്ങൾക്കായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ പറയാനുള്ള ഒരു കാര്യം, ഏത് തീരുമാനം എടുക്കുമ്പോഴും അത് നമ്മളെ എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വേറൊരാളെ എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ള കാര്യം. സോ 2 ആൾക്കും അല്ലെങ്കിൽ 3ാമതൊരാൾക്കും വേറൊരാൾക്ക് ദോഷം വരാത്ത രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളെ പോലെ തന്നെ വേറെ ആൾക്കാരുടെ കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേറൊരാൾക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.